ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്യന്തം പഴയതാണ്. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നവയാണ്. ഇത് ഏകദേശം 3000 മുതൽ 3500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഇന്ത്യയും ഇറാനും പഴയ കാലത്ത് ഒരു പൊതു സംസ്കാര വേരിൽ നിന്നാണ് പിറന്നത്. അതാണ് ഇൻഡോ ഇറാനിയൻ സംസ്കാരം. ക്രിസ്തുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും അടുത്ത ബന്ധത്തിലുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇൻഡോ ഇറാനിയൻ ജനത ഒരു കാലത്ത് ഒന്നിച്ചു താമസിച്ചിരുന്നു. പിന്നീട് ഇവരിൽ ചിലർ ഇറാൻ ഭാഗത്തേക്കും മറ്റുള്ളവർ ഇന്ത്യയിലേക്കും കുടിയേറി. അതുകൊണ്ട് തന്നെ ഭാഷ, മതം, കല എന്നിവയിൽ ഇതുവരെ സാമ്യമുണ്ട്. ഇന്ത്യയുടെയും ഇറാന്റെയും ഭാഷയിൽ ഒരേ വേരുകൾ കാണാം. ഫാർസി ഭാഷയും സംസ്കൃതം ഉൾപ്പെടുന്ന ഭാരതീയ ഭാഷകളും ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെടുന്നു. അതിനാൽ തന്നെ ചില പദങ്ങൾ ഇരു ഭാഷകളിലും അതേപോലെ കാണാം. ഇറാനും ഇന്ത്യയും തമ്മിൽ പണ്ട് മുതൽ തന്നെ കമേഴ്സും കലയും ലളിത കലകളിലുമൊക്കെ വിനിമയത്തിലായിരുന്നു. മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ കോർട്ടിലെ ഭാഷയായി ഫാർസി ഭാഷയെ ഉപയോഗിച്ചിരുന്നു. അക്ബർ മുതൽ ഷാജഹാൻ വരെ പല സാംസ്കാരിക ഗ്രന്ഥങ്ങളും ഫാർസിയിലാണ് എഴുതപ്പെട്ടത്. പാർസികളായ ഇറാനിയൻ കുടിയേറ്റക്കാർ 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നു. അവർ സ്ഥാപിച്ച കുറെ കഫേകൾ ഇന്നും മുംബൈ, പുനെ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇറാൻ ഇന്ത്യയുടെ എണ്ണച്ചന്തയിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു. ഇന്ത്യ ഇറാനിൽ നിന്ന് വർഷങ്ങളായി വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ വന്നാലും ഇന്ത്യ പ്രത്യേക ഇടനില വഴി ഇറാനുമായി എണ്ണ വ്യാപാരം നടത്തുന്നു. ഇന്ത്യയും ഇറാനും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഇറാനിലെ ചദഹാർ പോർട്ട് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഉപരോധങ്ങളില്ലാതെ വ്യാപാരം നടത്താനുള്ള തുറമുഖമാണ്. ഇത് പാകിസ്ഥാനിലെ ഗോദർ തുറമുഖത്തേക്കുള്ള ഒരു സമാധാനപരമായ മറുപടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ പുരാതന ഗ്രന്ഥമായ അഥർവേദയിൽ പോലും പേർഷ്യൻ ദേശത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഇത് കാണിക്കുന്നത് ഇന്ത്യൻ സംസ്കാരം ആ കാലത്തും ഇറാനെ തിരിച്ചറിഞ്ഞിരുന്നുവെന്നാണ്. ഇന്ത്യ ഇറാനെ പ്രധാനമായും ഇന്ധനത്തിനായി, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകത്തിനായും അവലംബിച്ചിരുന്നത് ചരിത്രപരമായ സത്യമാണ്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഇറാനുമായുള്ള ബന്ധം അടുത്തത് തന്നെ ഇതുകൊണ്ടാണ്. ഇറാൻ ലോകത്തിലെ വലിയ എണ്ണ സംഭരണമുള്ള രാജ്യമാണ് എന്നത് എല്ലാവർക്കും അറിയാം. ഇന്ത്യ എണ്ണ ഇറക്കുമതിയിൽ ഏറെ ആശ്രിതമായ രാജ്യമായതിനാൽ താഴ്ന്ന വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നതിനായി ഇറാനെ പ്രധാന പങ്കാളിയാക്കി. ഇറാനിൽ നിന്നുള്ള എണ്ണ അധികം റീഫൈനിങ് ഫ്രണ്ട്ലി ആയതിനാൽ ഇന്ത്യൻ റിഫൈനറികൾക്ക് ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ അമേരിക്കൻ ഉപരോധം കാരണം ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറയ്ക്കേണ്ടി വന്നു. 2019 അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു. ഇറാൻ പശ്ചിമേഷ്യയുടെ പ്രധാന ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതും പാകിസ്ഥാനോടടുത്തും അഫ്ഗാനിസ്ഥാനോടടുത്തുമുള്ളതും ഇന്ത്യക്ക് താൽപര്യമായ ഒന്നാണ്. ഇന്ത്യയുടെ കണക്ട് സെൻട്രൽ ഏഷ്യ പോളിസിക്ക് പുറകിൽ ഇറാൻ പ്രധാന പങ്കാളിയായിരുന്നു. ഇറാൻ തകർന്നാൽ ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ പലതരത്തിലുമുള്ളതായിരിക്കും. ആഗോളതലത്തിലും ദേശീയ തലത്തിലും ഇറാനെക്കുറിച്ച് ഇന്ത്യക്കുള്ള ആശ്രിതത്വം വ്യത്യസ്ത മേഖലകളിലായതുകൊണ്ട് ഇതുമൂലം വലിയ തോതിലുള്ള നഷ്ടം നേരിടേണ്ടി വരും. അതിൽ പ്രധാനമായി എണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. പൗരയുദ്ധം കാരണമോ ആഭ്യന്തര തകർച്ച കാരണമോ ഇറാൻ പൂർണ്ണമായി തകർന്നാൽ ആഗോളതലത്തിൽ തന്നെ എണ്ണവില കുത്തനെ ഉയരും. എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ ആശ്രിതമായ രാജ്യമായതിനാൽ ഇന്ധനവില വർധനവ് വഴി ഉപഭോക്താക്കൾക്കും സാമ്പത്തികത്തിനും ഭീഷണിയാകും. മറ്റൊരു പ്രധാന പ്രശ്നമാണ് ചാബഹാർ തുറമുഖം. ഇന്ത്യയുടെ വലിയ നിക്ഷേപണവും ആസൂത്രണവും ചാബഹാർ തുറമുഖം സംബന്ധിച്ചാണ്. ഇറാനിന്റെ തകർച്ച ഈ തുറമുഖവും വ്യാപാര വഴികളും തടസ്സപ്പെടുത്തും. അതുവഴി പാകിസ്ഥാനെ ഒഴിവാക്കി മധ്യേഷ്യയിലേക്കുള്ള കടൽ മാർഗം നഷ്ടമാകും. ഇറാൻ INSTCയുടെ കണക്ടിംഗ് ഹബ്ബാണ്. ഇറാൻ തകർന്നാൽ INSTC അഥവാ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അടിയന്തിരമായി നിലയ്ക്കും. ഇന്ത്യയുടെ റഷ്യയിലേക്കുള്ള കുതിച്ചുചാട്ടം മന്ദഗതിയിലാകും. അപ്രതീക്ഷിത കുടിയേറ്റവും അഭയാർത്ഥി പ്രശ്നവും ഇന്ത്യക്ക് വെല്ലുവിളിയാകും. ഇറാൻ തകർന്നാൽ ഇറാനുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാരങ്ങൾ പൂർണ്ണമായി തകരാം. ബാങ്ക് ട്രാൻസാക്ഷനുകൾ US$ അടിസ്ഥാനമാക്കിയുള്ള വഴികൾ അടച്ചുപൂട്ടും. ഇത് രൂപയുടെ മൂല്യത്തെയും ബാധിക്കും. ചുരുക്കത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പരസ്പരം ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ആശ്രയം തേടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ തകർച്ച മറ്റൊരു രാജ്യത്തെയും ബാധിക്കും.